നമ്മുടെ ജീവിതഗതി നിർണ്ണയിക്കുന്നതിൽ ചിന്തയ്ക്ക് വളരെ അധികം പങ്കുണ്ട്. എവരി തോട്ട് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി. സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, നോട്ട് സ്മാർട്ട് ഇനഫ്, ടാലൻ്റ് ഇനഫ്. അവരറിയാതെ നമ്മുടെ ചിന്തകളിലേക്ക് നെഗറ്റീവ് വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പരാജയങ്ങൾ വരുന്നു. പകരം വിജയത്തെക്കുറിച്ചും അബണ്ടൻസിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അത് ഒരു രേഖപ്പെടുത്തലാവുന്നു. ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്ക് പ്രവൃത്തിയായി മാറുന്നു, പ്രവൃത്തിയാണ് നമ്മുടെ ശീലമായി മാറുന്നത്. ശീലത്തിലൂടെ നമ്മുടെ സ്വഭാവം ഉരുത്തിരിയുന്നു, നമ്മുടെ സ്വഭാവം നമ്മുടെ വിധി നിർണ്ണയിക്കുന്നു. അതെ, നമ്മൾ നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുന്നു. ഇന്നു മുതൽ 21 ദിവസത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ആ ഒരു മാജിക്കൽ സെൻറ്റൻസ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. നമ്മൾ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ അത്ര രസകരമായിട്ട് തോന്നില്ല, പക്ഷേ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ആദ്യം എടുക്കേണ്ട അഫർമേഷൻ ഐ ആം ഇനഫ് എക്സാക്ട്ലി ആസ് ഐ ആം. യെസ്, ഞാൻ എത്രത്തോളം ആണോ അതാണ് ഞാൻ. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. വെൻ യു ബിലീവ് ഇൻ യുവർ സെൽഫ്, അതേഴ്സ് ബിലീവ് ഇൻ യു. യുവർ വേഴ്സ് ഷേപ്പ് യുവർ റിയാലിറ്റി. ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ് ഡിറ്റർമിൻസ് യുവർ മൈൻഡ് സെറ്റ്. രണ്ടാമത്തത്, എവറി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. ഞാൻ അതിജീവിച്ചിട്ടുള്ള ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് എന്നെ കൂടുതൽ കരുത്താക്കിയത്. യെസ്, ജീവിതത്തിൽ വിജയിച്ച മഹാന്മാരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരാരും പ്രതിസന്ധികളില്ലാത്തവരോ പരാജയങ്ങളില്ലാത്തവരോ നഷ്ടങ്ങളില്ലാത്തവരോ അല്ല. അതിന് ഉയരത്തിൽ അവർ ചിന്തിച്ചുകൊണ്ടാണ്, പ്രവർത്തിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം വലിയ ഒരു മഹത്തരമായി മാറിയത്. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. എവരി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. കൂടുതൽ കരുത്തോട്, കൂടുതൽ ശക്തിയോട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. മൂന്നാമത്തെ അഫർമേഷൻ മൈ മൈൻഡ് ഈസ് എ പവർഫുൾ മാഗ്നറ്റ് ഫോർ സക്സസ് ആൻഡ് പോസിറ്റിവിറ്റി. യുവർ മൈൻഡ് സെറ്റ് അട്രാക്ട്സ് ഓപ്പർച്യൂണിറ്റീസ്. അതെ, നമ്മളുടെ മൈൻഡ് സെറ്റാണ് അവസരങ്ങളെ ആകർഷിക്കുന്നത്. പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് റിസൾട്ടും നമുക്ക് വരുന്നു. നമ്മളുടെ മനസ്സിനെ നമുക്ക് അങ്ങനെ ട്രെയിൻ ചെയ്യിക്കാം. മൂന്നാമത്തെ അഫർമേഷൻ മൈ മൈൻഡ് ഈസ് എ പവർഫുൾ മാഗ്നറ്റ് ഫോർ സക്സസ് ആൻഡ് പോസിറ്റിവിറ്റി. നാലാമത്തെ അഫർമേഷൻ ഐ ആക്ട് വിത്ത് കോൺഫിഡൻസ്. വെൻ ഐ ഫീൽ ഫിയർ ഐ ആക്ട് വിത്ത് കോൺഫിഡൻസ് ഈവൻ വെൻ ഐ ഫീൽ ഫിയർ. ഭയമാണ് പലരെയും ആശിച്ച രീതിയിൽ ജീവിക്കാൻ സാധിക്കാത്തത്. ഓവർ തിങ്കിങ് വരുന്നു, ഒരുപാട് ചിന്തകൾ വരുന്നു. ഇതിനെയെല്ലാം നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നേടിയെന്നുള്ളത് ചിന്ത കൊണ്ട് നിറയ്ക്കുക. യുവർ മൈൻഡ് ബിഗിൻസ് ടു ഷിഫ്റ്റ്. ഭയത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. കോൺഫിഡൻസ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ. ഭയമില്ലാത്ത അവസ്ഥയല്ല വിശ്വാസം. ബട്ട് ഭയത്തിനെതിരായിട്ട് നമ്മൾ നീങ്ങുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അപ്പോൾ നാലാമത്തെ അഫർമേഷൻ ഐ ആക്ട് വിത്ത് കോൺഫിഡൻസ് ഈവൻ വെൻ ഐ ഫീൽ ഫിയർ. അഞ്ചാമത്തത് ഐ അട്രാക്ട് ദി റൈറ്റ് പീപ്പിൾ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടു മൈ ലൈഫ്. യുവർ എനർജി ഇൻഫ്ലുവൻസസ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെ പരുവപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ നമ്മൾക്ക് നല്ല ആൾക്കാർ വരുന്നുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുന്ന, നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും അപ്പുറം എത്തിക്കുന്ന നല്ല നല്ല ആൾക്കാർ നിങ്ങളുടെ ചുറ്റും വരുന്നു. നല്ല ഗ്രൂപ്പുകൾ വരുന്നു, നല്ല ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ അടുത്ത് എത്തുന്നു. യെസ്, അഞ്ചാമത്തെ അഫർമേഷൻ ഐ അട്രാക്ട് റൈറ്റ് പീപ്പിൾ
ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടു മൈ ലൈഫ്. ആറാമത്തത്, ഐ ഡിസർവ് ടു ലീവ് മൈ ലൈഫ് വിത്ത് ഹാപ്പിനെസ്, സക്സസ് ആൻഡ് പീസ്. യെസ്, നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും ഒപ്പം സമാധാനവും വരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും പരാജയങ്ങൾ വരുന്നു. നോക്കൂ, എനിക്കത് ലഭിച്ചാൽ സന്തോഷമാണ്, എനിക്ക് ഇന്നത് പ്രൊമോഷൻ കിട്ടിയാൽ സന്തോഷം, അതൊന്നുമല്ല നമ്മുടെ സന്തോഷം. യെസ്, ഡിസർവ് ചെയ്യുക സന്തോഷത്തെ. നിങ്ങൾ അർഹനാണ്, അർഹിക്കപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധം വരുന്നു. യെസ്, യു ആർ വർത്തി ഓഫ് സക്സസ് ആൻഡ് ജോയ്. ഹാപ്പിനെസ് കംസ് ഫ്രം വിത്തിൻ. സ്പീക്ക് അബണ്ടൻസ് ഇൻ യുവർ ലൈഫ്. ഏഴാമത്തെ അഫർമേഷൻ, ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ഡെസ്റ്റിനി. ഞാൻ എൻ്റെ ആ വിധിയിൽ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിവുള്ളതാണ്. യെസ്, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഡെസ്റ്റിനി. നിങ്ങൾ എന്ന ജീവിതത്തിലെ ആ വാഹനത്തിൻ്റെ ഒരു യാത്രക്കാരനാവരുത്, നിങ്ങൾ ഡ്രൈവറാകണം. യു ആർ നോട്ട് ദ പാസഞ്ചർ ഓഫ് യുവർ വെഹിക്കിൾ, ബട്ട് യു ആർ എ ഡ്രൈവർ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നലകളിലെ ചിന്തകളോ ഇന്നലകളിലെ ദുഃഖങ്ങളോ നിങ്ങളെ ഒരിക്കലും തളർത്തുന്നില്ല. നിങ്ങൾ കൂടുതൽ കരുത്താവുന്നു. യുവർ ഫ്യൂച്ചർ ഈസ് ഷേപ്ഡ് ബൈ യുവർ തോട്ട്സ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഗ്രോത്ത്. സ്പീക്ക് വിത്ത് എ പർപ്പസ് ആൻഡ് ഇൻറ്റൻഷൻ എവറി ഡേ. യു ആർ നോ ലോങ്ങർ ടു ലൈഫ് ചേഞ്ച് വെൻ യു കൺട്രോൾ ഓഫ് യുവർ ഡെസ്റ്റിനി. ഇന്നലകളിലെ ജീവിതമല്ല. യെസ്, യു ആർ നോട്ട് ദ പ്രിസണർ ഓഫ് യുവർ സെൽഫ് ഡൗട്ട്. നിങ്ങളെന്ന ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു തടവുകാരനാകാതെ നിങ്ങൾ തീർച്ചയായിട്ടും വലിയ വ്യക്തിത്വമായിട്ട് ഉയരുക. യെസ്, 7 അഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഒന്നാമത്തത്, ഐ ആം ഇനഫ് എക്സാക്ട്ലി ആസ് ഐ ആം. എവരി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. മൈ മൈൻഡ് ഈസ് എ പവർഫുൾ മാഗ്നറ്റ് ഫോർ സക്സസ് ആൻഡ് പോസിറ്റിവിറ്റി. ഐ ആക്ട് വിത്ത് കോൺഫിഡൻസ് even when I feel fear. I attract right people and opportunities into my life. I deserve to live my life with happiness, success and peace. I am in control of my destiny. നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ വരുന്നു, ഒപ്പം സമാധാനം വരുന്നു, ഒപ്പം ഐശ്വര്യവും വരുന്നു. യെസ്, യു വിൽ വാക്ക് വിത്ത് കോൺഫിഡൻസ്. വളരെ ആത്മവിശ്വാസത്തോട് കരുത്തോട് നമുക്ക് നടക്കുവാൻ കഴിയുന്നു. മൈ മൈൻഡ് ഈസ് എ പവർഫുൾ മാഗ്നറ്റ് ആണെന്നുള്ള നമ്മുടെ ബോധം നമ്മൾ വരുന്നു. അതുവഴി നമുക്ക് നമ്മളുടെ ഭയത്തെ നമ്മൾ എന്താകുന്നു, പവറാക്കി മാറ്റുന്നു. സംശയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വാസമാക്കി മാറ്റുന്നു. തീർച്ചയായിട്ടും ഈ അഫർമേഷൻ ഇന്നു മുതൽ 21 ദിവസത്തേക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. യെസ്, യു ആർ നോട്ട് ദ സെയിം പേഴ്സൺ യു വെയർ 21 days ago. എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ വിജയം കൊണ്ടുവരട്ടെ. താങ്ക് യു.